നമുക്കിന്ന് ചെമ്മീൻ കൊണ്ട് ബിരിയാണി വെച്ചാലോ? അധികം ഗരം മസാല ഒന്നും ഇടാതെ എളുപ്പത്തിൽ വെക്കാൻ പറ്റിയ ഒരു ബിരിയാണിയാണേ. ചെമ്മീൻ ബിരിയാണി വെക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു 1/2 kg ചെമ്മീൻ എടുത്തിട്ടുണ്ട്. മീഡിയം ടൈപ്പിലുള്ള ചെമ്മീനാണ് കിട്ടിയത്. അപ്പോൾ ഇതെല്ലാം ക്ലീൻ ചെയ്തതിന് ശേഷം ആവശ്യത്തിനുള്ള മുളക് പൊടി, മഞ്ഞൾപ്പൊടി, കുരുമുളക് പൊടി, ഉപ്പ് ഇതെല്ലാം കൂടെ ചേർത്ത് മിക്സ് ചെയ്തതിന് ശേഷം നമുക്കൊരു 10-15 മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വെക്കണം. എരിക്കനുസരിച്ചിട്ട് വേണം മുളക് പൊടിയും കുരുമുളക് പൊടിയും ഇട്ട് കൊടുക്കാൻ. ഇനി നമുക്ക് ചെമ്മീനൊന്ന് വറുത്തെടുക്കണം. ഡീപ്പ് ഫ്രൈ വേണ്ട. പിന്നെ ചെമ്മീനൊന്നും അധികം വേവില്ല, പെട്ടെന്ന് വേവും. നമ്മൾ കൂടുതലിട്ട് കുക്ക് ചെയ്ത് കഴിഞ്ഞാൽ റബ്ബർ പോലെ ഇരിക്കും. അതുകൊണ്ട് അധികം ഇട്ട് കുക്ക് ചെയ്യാൻ പാടില്ല. നമ്മുടെ ചെമ്മീനാണെങ്കിൽ ഫ്രൈ ആയിട്ടുണ്ട്. ഇത്രയേ കുക്ക് ചെയ്യാൻ പാടുള്ളൂ. നമുക്കിതിന് മസാല ഉണ്ടാക്കണം. മസാല ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ആവശ്യത്തിന് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ട് ഒരു പിഞ്ച് ഉലുവായും കരിയാപ്പിലയും വെളുത്തുള്ളി ഇഞ്ചിയും കൂടെ ഇട്ട് കൊടുക്കണം. അത് നല്ല വഴണ്ട് വരുമ്പോൾ നമുക്ക് ഒരു സവാള, വലിയൊരു സവാള ചെറുതായിട്ട് കനം കുറച്ചരിഞ്ഞിട്ട് അതിൻ്റെ കൂടെ ഒരു പച്ചമുളകും കൂടി ഇട്ട് കൊടുക്കണം. എന്നിട്ട് ഇത് നല്ല വഴറ്റണം. ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ഇട്ട് കൊടുക്കണം. ഉപ്പ് കൂടാൻ പാടില്ല. നമ്മളാണെന്നുണ്ടെങ്കിൽ ഓൾറെഡി നമ്മൾ ചെമ്മീനിൽ ഉപ്പൊക്കെ ഇട്ടിട്ടാണ് ഫ്രൈ ചെയ്തെടുത്തത്. അപ്പോൾ ഈ സവാളയ്ക്ക് ആവശ്യത്തിനുള്ള ഉപ്പേ ഇട്ട് കൊടുക്കാൻ പാടുള്ളൂ. എന്നിട്ട് ഈ തക്കാളി എല്ലാം കൂടെ നല്ല ഒന്ന് കുക്കാവണം. അപ്പോൾ ഇതിപ്പോൾ നന്നായി ആയിട്ടുണ്ട്. അതിന് ശേഷം ഞാൻ 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/4 ടീസ്പൂൺ മുളക് പൊടി, വേറെ പൊടികളൊന്നും ഇതിനകത്ത് ചേർക്കത്തില്ല. നമ്മളിതിനകത്ത് ഗരം മസാലയെ ചേർക്കത്തില്ല. നമ്മൾ ഫിഷിനാണെങ്കിലും ഗരം മസാല ചേർക്കരുത്. ഗരം മസാല ചേർത്ത് കഴിഞ്ഞാൽ അതൊരു വേറെ ടേസ്റ്റായി പോകും. ഇപ്പം നമ്മളുടെ മസാല എല്ലാം ഇവിടെ റെഡി ആയിട്ടുണ്ട്. ചെമ്മീൻ ഫ്രൈ ചെയ്തതും കൂടെ അതിനകത്ത് ഇട്ട് കൊടുത്ത് മിക്സ് ചെയ്യണം, നല്ല മിക്സ് ചെയ്യണം. ഇനി നമുക്ക് ബിരിയാണിക്ക് ചോറുണ്ടാക്കണം. അപ്പം ഞാനിവിടെ ദാവത്തിൻ്റെ ബാസ്മതി റൈസാണ് എടുത്തേക്കുന്നത്. 1 ഗ്ലാസ് റൈസ് എടുത്തിട്ടുണ്ട്. ഇത് ഞാൻ ഒരു 15-20 മിനിറ്റ് വെള്ളത്തിൽ കുതിർത്തതിന് ശേഷമേ കുക്ക് ചെയ്യത്തുള്ളൂ. അപ്പം ഈ ചോറിന് നല്ല സോഫ്റ്റായിട്ടായിരിക്കും. റൈസ് കുക്ക് ചെയ്യാൻ വേണ്ടി ആദ്യം തന്നെ ഞാൻ 1 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുത്തിട്ട് ഏലക്കായും ഗ്രാമ്പൂവും ഇട്ട് നല്ല മൂപ്പിച്ചതിന് ശേഷം ഒരു സവാള, ചെറിയൊരു സവാള ഇങ്ങോട്ട് ഇട്ട് മൂപ്പിക്കുന്നുണ്ട്. അതിന് ശേഷം 1 ഗ്ലാസ് അരിക്ക് 2 ഗ്ലാസ് വെള്ളം എന്നുള്ള കണക്കിൽ വേണം നമുക്ക് ഇത് കുക്ക് ചെയ്തെടുക്കാൻ. കറക്റ്റായിട്ട് വെന്ത് കിട്ടുകയും ചെയ്യും. അപ്പം നമ്മളുടെ ബിരിയാണിക്കുള്ള ചെമ്മീൻ മസാലയും റെഡി ആയിട്ടുണ്ട്. ചോറും കറക്റ്റായിട്ട് വെന്തിട്ടുണ്ട്. ആദ്യം നമ്മൾ ചെമ്മീൻ അടിയിലിട്ട് കൊടുത്തിട്ട് ചോറ് അതിൻ്റെ മുകളിലിട്ട് കൊടുക്കണം. അതിന് ശേഷം നമുക്ക് കുറച്ച് സവാള മൂപ്പിച്ചതും കൂടെ ഇട്ട് കൊടുക്കണം. അപ്പോൾ നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും. അതിൻ്റെ കൂടെ കുറച്ച് നട്ട്സും കൂടെ ഇട്ട് കൊടുക്കണം. നമ്മൾ ചിക്കനും മട്ടണിനും ഒക്കെ ചേർക്കുന്ന പോലെ ഗരം മസാല ഈ ഫിഷ് ബിരിയാണിക്കും ചേർക്കരുത്. അതേപോലെ ഈ ചെമ്മീനും അങ്ങനെയൊന്നും ചേർക്കാൻ പാടില്ല. അങ്ങനെയൊക്കെ ചേർത്ത് കഴിഞ്ഞാൽ അതിൻ്റെയൊക്കെ ടേസ്റ്റ് വേറെ ഒരു ഇതായിരിക്കും. നമുക്ക് ചെമ്മീൻ്റെ തന്നെ ടേസ്റ്റ് കിട്ടണമെന്നുണ്ടെങ്കിൽ ഇതിനകത്ത് ഗരം മസാല ചേർക്കാൻ പാടില്ല. അതേപോലെ നാരങ്ങ ചേർക്കത്തില്ല. അപ്പോൾ ഇതൊരു സ്പെഷ്യൽ ബിരിയാണിയാണ്. പിന്നെ ഇതിൻ്റെ മുകളിൽ ഞാൻ കുറച്ച് കരിയാപ്പിലയും മല്ലിയിലയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഒരു 20-25 മിനിറ്റോളം ഞാൻ ചെറിയ തീയിൽ വെച്ചിട്ട് കുക്ക് ചെയ്തെടുത്തിട്ടുണ്ടായിരുന്നേ. അടിപൊളി ടേസ്റ്റായിരുന്നു. പിന്നെ നമ്മളുടെ ചോറിനൊന്നും ഞാൻ കളറൊന്നും ചേർത്തിട്ടില്ല. നമ്മൾ ഈ മസാലയെല്ലാം ഇങ്ങനെ മിക്സ് ചെയ്ത് വരുമ്പം ആ ചോറിന് നല്ലൊരു കളറ് കിട്ടുന്നുണ്ട്. നല്ല ടേസ്റ്റായിരുന്നു. എല്ലാവരും ട്രൈ ചെയ്യുക. അതേപോലെ എൻ്റെ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ ബൈ.